ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യമനിൽ നിന്ന് ആര് വന്നാലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരോട് ഉവൈസുൽ ഖർനിയെ അന്വേഷിക്കും. അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളെ പറഞ്ഞു കൊടുക്കും. അദ്ദേഹത്തോട് ദുആ ചെയ്യാൻ വേണ്ടി പറയാൻ ഏൽപ്പിക്കും. അങ്ങനെ ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരിട്ട് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും പൊറുക്കലിന് തേടുകയും ചെയ്യണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, താബിഉകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായവർ ഉവൈസുൽ ഖർനിയാണ്. അവർ അവരുടെ മാതാവിന് വല്ലാതെ ഗുണം ചെയ്യുന്നവരാണ്. ഈ ചരിത്രം ഞാനിവിടെ പറയാനുള്ള കാരണം, മഹാനരായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുത്തു പരാമർശിച്ചതും പ്രശംസിച്ചതും മാതാവിന് അവർ കൊടുക്കുന്ന ശ്രദ്ധയുടെയും വാത്സല്യത്തിൻ്റെയും കരുണയുടെയും പേരിലാണ് എന്നതുകൊണ്ടാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മാതാപിതാക്കളോട് കരുണ ചെയ്യാൻ പറഞ്ഞതിനെക്കുറിച്ചും അതിനെ പ്രോത്സാഹിപ്പിച്ചതിനെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാം. മുആവിയത്ത് ബിൻ ജാഹിമ റളിയല്ലാഹു അൻഹു പറയുന്നൊരു ചരിത്രമുണ്ട്. പിതാവായിരുന്ന ജാഹിമ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, യുദ്ധത്തിൽ പങ്കെടുക്കാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് വേണ്ടിയുള്ള ധർമ്മസമരങ്ങളിൽ പങ്കെടുക്കാൻ എനിക്ക് സമ്മതം നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാഹിമ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഹല്ലക മിൻ ഉമ്മിൻ, നിങ്ങൾക്ക് ഉമ്മയുണ്ടോ? ജാഹിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, അതെ, എനിക്ക് ഉമ്മയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി ഇപ്രകാരമായിരുന്നു, ഫൽസംഹ ഫഇന്നൽ ജന്നത ഇൻദ റിജ്ലിഹ. നിങ്ങൾ ഉമ്മയോടൊപ്പം തുടരുക, അവർക്ക് ഗുണം ചെയ്യുക, അവർക്ക് കരുണ ചെയ്യുക. കാരണം നിങ്ങളുടെ സ്വർഗം അവരുടെ കാലിൻ ചുവട്ടിലാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരാതികൾ പറയാൻ തുടങ്ങി. നബിയെ, എനിക്ക് കുറച്ച് സമ്പത്തുണ്ട്, എനിക്ക് മക്കളുമുണ്ട്. പക്ഷേ എൻ്റെ പിതാവ് എൻ്റെ സമ്പത്ത് എന്നിൽ നിന്ന് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിലേക്ക് നോക്കിയതിന് ശേഷം ഒരു പിതാവ് മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകളെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ചു. ആ വിശദീകരണ ശേഷം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനെ നോക്കി ഇപ്രകാരം പറഞ്ഞു, അൻത വമാലുക ലി അബീക, അൻത വമാലുക ലി അബീക. 2 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു. അതിൻ്റെ സാരം ഇങ്ങനെയാണ്, നിങ്ങളും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ പിതാവിനുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർണ്ണമായും മാതാവിനെക്കുറിച്ചും പിതാവിനെക്കുറിച്ചും അവരെ ബഹുമാനിക്കേണ്ടതിനെക്കുറിച്ചും അവരുടെ അവകാശങ്ങളെക്കുറിച്ചും കാരുണ്യങ്ങളെക്കുറിച്ചും വ്യക്തമായി ബോധ്യപ്പെടുത്തിയ 2 ചരിത്രങ്ങളാണ് നാം ഇവിടെ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാതാപിതാക്കളെ ധിക്കരിച്ചാൽ അവർക്കെന്തെല്ലാം ശിക്ഷയുണ്ടെന്ന് പറയുന്ന അനേകം ഹദീസുകളുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.